ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിന്യോ പി എസ് സി. ഇന്ന് നമ്മൾ രസതന്ത്രം ടോപ്പിക്ക് തന്നെയാണ് നോക്കുന്നത്. അതിൽ കാർബണും സംയുക്തങ്ങളും. അപ്പോൾ നമുക്ക് നോക്കാം. ഏറ്റവും അധികം സംയുക്തങ്ങളിൽ അടങ്ങിയ മൂലകം ഏത്? കാർബൺ. ഏറ്റവും അധികം സംയുക്തങ്ങളിൽ അടങ്ങിയ മൂലകം കാർബൺ. നമുക്ക് ചുറ്റും കാണുന്നതും ഉപയോഗിക്കുന്നതുമായ മിക്കവാറും എല്ലാ പദാർത്ഥങ്ങളിലും കാർബൺ അടങ്ങിയിരിക്കുന്നു. നമുക്ക് ചുറ്റും കാണുന്നതും ഉപയോഗിക്കുന്നതുമായ മിക്കവാറും എല്ലാ പദാർത്ഥങ്ങളിലും കാർബൺ അടങ്ങിയിരിക്കുന്നു. കാർബണിൻ്റെ അറ്റോമിക നമ്പർ 6 കാർബണിൻ്റെ അറ്റോമിക നമ്പർ 6. വസ്തുക്കൾ കത്തുമ്പോൾ കറുത്ത പുക ഉണ്ടാകാനുള്ള കാരണം കാർബണിൻ്റെ സാന്നിധ്യമാണ്. വസ്തുക്കൾ കത്തുമ്പോൾ കറുത്ത പുക ഉണ്ടാകാനുള്ള കാരണം കാർബണിൻ്റെ സാന്നിധ്യമാണ്. ഭൂമിയിൽ ജീവൻ അടിസ്ഥാനമായ മൂലകമാണ് കാർബൺ. ഭൂമിയിൽ ജീവൻ അടിസ്ഥാനമായ മൂലകമാണ് കാർബൺ. കാർബൺ സംയുക്തങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് രസതന്ത്രം അല്ലെങ്കിൽ കാർബണിക രസതന്ത്രം. കാർബൺ സംയുക്തങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഓർഗാനിക് രസതന്ത്രം, കാർബണിക രസതന്ത്രം. കാർബണിൻ്റെ പ്രധാനപ്പെട്ട രൂപാന്തരങ്ങളാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുളറിൻ, ഗ്രാഫീൻ മുതലായവ. കാർബണിൻ്റെ പ്രധാനപ്പെട്ട രൂപാന്തരങ്ങളാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുളറിൻ, ഗ്രാഫീൻ മുതലായവ. ക്രിസ്റ്റൽ രീതിയിലുള്ള കാർബണിൻ്റെ രൂപം വജ്രം. ക്രിസ്റ്റൽ രീതിയിലുള്ള കാർബണിൻ്റെ രൂപം വജ്രം. കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം. കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം. കാർബണിൻ്റെ ഏറ്റവും സുതാര്യ രൂപവും വജ്രമാണ്. കാർബണിൻ്റെ ഏറ്റവും സുതാര്യ രൂപവും വജ്രമാണ്. ഒന്നുകൂടെ പറയാം. കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ളത് വജ്രം. കാർബണിൻ്റെ ഏറ്റവും സുതാര്യമുള്ള രൂപവും വജ്രമാണ്. വജ്രത്തിന് ഉയർന്ന താപചാലകതയുണ്ട്, എന്നാൽ വൈദ്യുത ചാലകതയില്ല. വജ്രത്തിന് ഉയർന്ന താപചാലകതയുണ്ട്, എന്നാൽ വൈദ്യുത ചാലകതയില്ല. ഗ്ലാസ് മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വജ്രമാണ്. ഗ്ലാസ് മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വജ്രമാണ്. കാർബണിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. കാർബണിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റ് ആണ്. പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റ് ആണ്. ഖരാവസ്ഥയിലുള്ള സ്നേഹക ലൂബ്രിക്കൻ്റായി ഉപയോഗിക്കുന്നതും ഗ്രാഫൈറ്റ് ആണ്. ഖരാവസ്ഥയിലുള്ള സ്നേഹക ലൂബ്രിക്കൻ്റായി ഉപയോഗിക്കുന്നതും ഗ്രാഫൈറ്റ് ആണ്. ഒരു മൂലകം വ്യത്യസ്ത ഭൗതിക രൂപങ്ങളിൽ കണ്ടുവരുന്ന പ്രതിഭാസമാണ് രൂപാന്തരത്വം, അലോട്രോപ്പി. ഒരു മൂലകം വ്യത്യസ്ത ഭൗതിക രൂപങ്ങളിൽ കണ്ടുവരുന്ന പ്രതിഭാസമാണ് രൂപാന്തരത്വം. ഒന്നുകൂടെ പറയാം. ഒരു മൂലകം വ്യത്യസ്ത ഭൗതിക രൂപങ്ങളിൽ കണ്ടുവരുന്ന പ്രതിഭാസമാണ് രൂപാന്തരത്വം, അലോട്രോപ്പി. എഴുതാൻ കഴിയുന്നത് എന്നർത്ഥമുള്ള ഗ്രാഫൈൻ എന്ന വാക്കിൽ നിന്നാണ് ഗ്രാഫൈറ്റിന് പേര് ലഭിച്ചത്. എഴുതാൻ കഴിയുന്നത് എന്നർത്ഥമുള്ള ഗ്രാഫൈൻ എന്ന വാക്കിൽ നിന്നാണ് ഗ്രാഫൈറ്റിന് പേര് ലഭിച്ചത്. കാർബണിൻ്റെ ഏത് ഐസോട്ടോപ്പാണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത്? കാർബൺ 14. കാർബണിൻ്റെ ഏത് ഐസോട്ടോപ്പാണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത്? കാർബൺ 14. കാർബണിൻ്റെ ഐസോട്ടോപ്പുകളാണ് കാർബൺ 12, കാർബൺ 13, കാർബൺ 14 മുതലായവ. കാർബണിൻ്റെ ഐസോട്ടോപ്പുകളാണ് കാർബൺ 12, കാർബൺ 13, കാർബൺ 14 മുതലായവ. പ്രകൃതിയിൽ കാർബണിലെ 99% കാർബൺ 12 ആണ്. പ്രകൃതിയിൽ കാർബണിലെ 99% കാർബൺ 12 ആണ്. മൂലകങ്ങളുടെ ആറ്റോമിക മാസ് അളക്കുന്നതിനുള്ള പ്രമാണമായി സ്വീകരിക്കുന്നത് കാർബൺ 12 ആണ്. മൂലകങ്ങളുടെ ആറ്റോമിക മാസ് അളക്കുന്നതിനുള്ള പ്രമാണമായി സ്വീകരിക്കുന്നത് കാർബൺ 12 ആണ്. കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് കാർബൺ 14. കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് കാർബൺ 14. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് കാർബൺ 14 ആണ്. തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിലെ പ്രധാന മൂലകങ്ങളാണ് കാർബണും ഓക്സിജനും. കാർബൺ ഡയോക്സൈഡിലെ പ്രധാന മൂലകങ്ങളാണ് കാർബണും ഓക്സിജനും. കാർബൺ ഡയോക്സൈഡിൻ്റെ രാസസൂത്രം CO2. കാർബൺ ഡയോക്സൈഡിൻ്റെ രാസസൂത്രം CO2. അഗ്നിശമനങ്ങളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. അഗ്നിശമനങ്ങളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്.
സോഡ വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ നിർമ്മിക്കാൻ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുന്നു. സോഡ വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ നിർമ്മിക്കാൻ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുന്നു. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കാൻ കഴിവുള്ളത് കാർബൺ ഡയോക്സൈഡിനാണ്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കാൻ കഴിവുള്ളത് കാർബൺ ഡയോക്സൈഡിനാണ്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കാൻ കഴിവുള്ളത് കാർബൺ ഡയോക്സൈഡിനാണ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി കാർബൺ ഡേറ്റ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി കാർബൺ ഡേറ്റിംഗ്. കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി തെർമോലൂമിനസെൻസ്. ഒന്നുകൂടെ പറയാം. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി കാർബൺ ഡേറ്റിംഗ്. കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി തെർമോലൂമിനസെൻസ്. പാറകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി റുബീഡിയം സ്ട്രോൺഷ്യം ഡേറ്റിംഗ്. പാറകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി റുബീഡിയം സ്ട്രോൺഷ്യം ഡേറ്റിംഗ്. ഗുഹകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി യുറേനിയം തോറിയം ഡേറ്റിംഗ്. ഗുഹകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി യുറേനിയം തോറിയം ഡേറ്റിംഗ്. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡയോക്സൈഡാണ് ഡ്രൈ ഐസ്. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡയോക്സൈഡാണ് ഡ്രൈ ഐസ്. ആഗോള താപനത്തിന് കാരണമാകുന്ന പ്രധാന വാതകങ്ങളാണ് കാർബൺ ഡയോക്സൈഡും മീഥെയ്നും. ആഗോള താപനത്തിന് കാരണമാകുന്ന പ്രധാന വാതകങ്ങളാണ് കാർബൺ ഡയോക്സൈഡും മീഥെയ്നും. ഹരിതഗൃഹ പ്രഭാവത്തിന് ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാരണമാകുന്ന പ്രധാന വാതകങ്ങളാണ് കാർബൺ ഡയോക്സൈഡും മീഥെയ്നും. ഹരിതഗൃഹ പ്രഭാവത്തിന് ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാരണമാകുന്ന പ്രധാന വാതകങ്ങളാണ് കാർബൺ ഡയോക്സൈഡും മീഥെയ്നും. കാർബൺ ഡയോക്സൈഡ് കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലോക്ക്. കാർബൺ ഡയോക്സൈഡ് കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലോക്ക്. വാഹനങ്ങളുടെ പുകയിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകം കാർബൺ മോണോക്സൈഡ്. വാഹനങ്ങളുടെ പുകയിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകം കാർബൺ മോണോക്സൈഡ്. കാർബണിൻ്റെയും ഓക്സിജൻ്റെയും മറ്റൊരു സംയുക്തമാണ് കാർബൺ മോണോക്സൈഡ്, CO. കാർബണിൻ്റെയും ഓക്സിജൻ്റെയും മറ്റൊരു സംയുക്തമാണ് കാർബൺ മോണോക്സൈഡ്, CO. വസ്തുക്കളുടെ അപൂർണ്ണ ജ്വലനം മൂലമുണ്ടാകുന്ന വാതകം കാർബൺ മോണോക്സൈഡാണ്. വസ്തുക്കളുടെ അപൂർണ്ണ ജ്വലനം മൂലമുണ്ടാകുന്ന വാതകം കാർബൺ മോണോക്സൈഡാണ്. വ്യാവസായിക ഇന്ധനങ്ങളായ വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവ നിർമ്മിക്കാൻ കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നു. വ്യാവസായിക ഇന്ധനങ്ങളായ വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവ നിർമ്മിക്കാൻ കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നു. ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായി കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നു. ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായി കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നു. വാട്ടർ ഗ്യാസ്, കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ, CO പ്ലസ് H2. വാട്ടർ ഗ്യാസ്, കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ, CO പ്ലസ് H2. പ്രൊഡ്യൂസർ ഗ്യാസ്, കാർബൺ മോണോക്സൈഡ് പ്ലസ് നൈട്രജൻ, CO പ്ലസ് N2 പ്ലസ് H2. പ്രൊഡ്യൂസർ ഗ്യാസ്, കാർബൺ മോണോക്സൈഡ് പ്ലസ് നൈട്രജൻ, CO പ്ലസ് N2 പ്ലസ് H2. മീഥെയ്ൻ വാതകം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാര്? അലക്സാണ്ടർ വോൾട്ട. മീഥെയ്ൻ വാതകം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാര്? അലക്സാണ്ടർ വോൾട്ട. മീഥെയ്നിൻ്റെ രാസസൂത്രമാണ് CH4. മീഥെയ്നിൻ്റെ രാസസൂത്രമാണ് CH4. ഹൈഡ്രോ കാർബണിലെ ആൽക്കൈനുകൾക്ക് ഉദാഹരണമാണ് മീഥെയ്ൻ. ഹൈഡ്രോ കാർബണിലെ ആൽക്കൈനുകൾക്ക് ഉദാഹരണമാണ് മീഥെയ്ൻ. ഗോബർ ഗ്യാസിലെയും ബയോഗ്യാസിലെയും പ്രധാന ഘടകം മീഥെയ്നാണ്. ഗോബർ ഗ്യാസിലെയും ബയോഗ്യാസിലെയും പ്രധാന ഘടകം മീഥെയ്നാണ്. ഗോബർ ഗ്യാസിലെയും ബയോഗ്യാസിലെയും പ്രധാന ഘടകം മീഥെയ്നാണ്. ഫലങ്ങൾ പഴുക്കുന്നതിന് സഹായകമായ ഹൈഡ്രോ കാർബണാണ് ഇഥീൻ. ഫലങ്ങൾ പഴുക്കുന്നതിന് സഹായകമായ ഹൈഡ്രോ കാർബണാണ് ഇഥീൻ. LPGയിലെ പ്രധാന ഘടകമാണ് ബ്യൂട്ടെയ്ൻ. LPGയിലെ പ്രധാന ഘടകമാണ് ബ്യൂട്ടെയ്ൻ. ഒന്നുകൂടെ പറയാം. ഹൈഡ്രോ കാർബണിലെ ആൽക്കൈനുകൾക്ക് ഉദാഹരണമാണ് മീഥെയ്ൻ. ഗോബർ ഗ്യാസിലെയും ബയോഗ്യാസിലെയും പ്രധാന ഘടകം മീഥെയ്നാണ്. ഫലങ്ങൾ പഴുക്കുന്നതിന് സഹായകരമായ ഹൈഡ്രോ കാർബണാണ് എഥിലീൻ അല്ലെങ്കിൽ ഇഥീൻ. LPGയിലെ പ്രധാന ഘടകമാണ് ബ്യൂട്ടെയ്ൻ.
മണ്ണെണ്ണയിലെ ഘടകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ. മണ്ണെണ്ണയിലെ ഘടകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ. ഹൈഡ്രജനും കാർബണും മാത്രം അടങ്ങിയ സംയുക്തങ്ങളാണ് ഹൈഡ്രോ കാർബണുകൾ, ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രജനും കാർബണും മാത്രം അടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങളാണ് ഹൈഡ്രോ കാർബണുകൾ, ഹൈഡ്രോ കാർബൺസ്. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, LPG, LNG, CNG മുതലായ ഇന്ധനങ്ങളെല്ലാം ഹൈഡ്രോ കാർബൺ സംയുക്തങ്ങളാണ്. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, LPG, LNG, CNG മുതലായ ഇന്ധനങ്ങളെല്ലാം ഹൈഡ്രോ കാർബൺ സംയുക്തങ്ങളാണ്. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രമുള്ള ഹൈഡ്രജൻ കാർബൺ സംയുക്തങ്ങളാണ് ആൽക്കീനുകൾ. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രമുള്ള ഹൈഡ്രോ കാർബൺ സംയുക്തങ്ങളാണ് ആൽക്കൈനുകൾ. ആൽക്കൈനുകൾക്ക് ഉദാഹരണങ്ങളാണ് മീഥെയ്ൻ, ഈഥെയ്ൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടെയ്ൻ. ആൽക്കൈനുകൾക്ക് ഉദാഹരണമാണ് മീഥെയ്ൻ, ഈഥെയ്ൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടെയ്ൻ. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനമുള്ള ഹൈഡ്രോ കാർബണുകളാണ് ആൽക്കീനുകൾ. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനമുള്ള ഹൈഡ്രോ കാർബണുകളാണ് ആൽക്കീനുകൾ. ഉദാഹരണം ഈഥീൻ, പ്രൊപ്പീൻ. ഏതെങ്കിലും രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ത്രിബന്ധനമുള്ള ഹൈഡ്രോ കാർബണുകളാണ് ആൽക്കൈനുകൾ. ഏതെങ്കിലും രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ത്രിബന്ധനമുള്ള ഹൈഡ്രോ കാർബണുകളാണ് ആൽക്കൈനുകൾ. ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിച്ച് ചെയിൻ രൂപത്തിൽ നിലനിൽക്കാനുള്ള കഴിവാണ് കാറ്റിനേഷൻ. ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിച്ച് ചെയിൻ രൂപത്തിൽ നിലനിൽക്കാനുള്ള കഴിവാണ് കാറ്റിനേഷൻ. കാറ്റിനേഷൻ കഴിവ് കൂടുതലുള്ള മൂലകം കാർബണാണ്. ആൽക്കഹോളിൽ ഉള്ളത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. OH ഫങ്ഷണൽ ഗ്രൂപ്പുകളുള്ള കാർബണിക സംയുക്തങ്ങളാണ് ആൽക്കഹോൾ. ഫങ്ഷണൽ ഗ്രൂപ്പുകളുള്ള കാർബണിക സംയുക്തങ്ങളാണ് ആൽക്കഹോൾ. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെഥനോളിനെയാണ്. 8-10% എഥനോൾ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ വാഷ്. 8-10% എഥനോൾ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ വാഷ്. 95.6% വീര്യമുള്ള എഥനോൾ റെക്ടിഫൈഡ് സ്പിരിറ്റ്. 95.6% വീര്യമുള്ള എഥനോൾ റെക്ടിഫൈഡ് സ്പിരിറ്റ്. 99.5% എഥനോൾ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ അബ്സല്യൂട്ട് ആൽക്കഹോൾ. 99.5% എഥനോൾ അടങ്ങിയ ആൽക്കഹോൾ അബ്സല്യൂട്ട് ആൽക്കഹോൾ. അബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്ന മിശ്രിതം പവർ ആൽക്കഹോൾ. അബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്ന മിശ്രിതം പവർ ആൽക്കഹോൾ. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് എഥനോളിനെയാണ്. ഏറ്റവും കൂടുതൽ വിഷാംശമുള്ള ആൽക്കഹോളാണ് മെഥനോൾ. മെഥനോളിനെ മീഥൈൽ ആൽക്കഹോൾ എന്നും അറിയപ്പെടുന്നു. വ്യാവസായികമായി വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന ആൽക്കഹോളാണ് എഥനോൾ അഥവാ ഈഥൈൽ ആൽക്കഹോൾ. അരിമാവിൽ ഈസ്റ്റ് പ്രവർത്തിച്ച് ഉണ്ടാകുന്ന ആൽക്കഹോളാണ് ഈഥൈൽ ആൽക്കഹോൾ. പഴങ്ങൾക്ക് സുഗന്ധം നൽകുന്ന ഘടകം എസ്റ്ററുകളാണ്. കൈതച്ചക്കയിൽ അടങ്ങിയിരിക്കുന്ന എസ്റ്റർ ഏതാണ്? ഈഥൈൽ ബ്യൂട്ടിറേറ്റ്. പഴങ്ങൾക്ക് സുഗന്ധം നൽകുന്ന ഘടകം എസ്റ്ററുകളാണ്. കൈതച്ചക്കയിൽ അടങ്ങിയിരിക്കുന്ന എസ്റ്റർ ഏതാണ്? ഈഥൈൽ ബ്യൂട്ടിറേറ്റ്. കൃത്രിമമായി പഴങ്ങളുടെയും പൂക്കളുടെയും സുഗന്ധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഓർഗാനിക് സംയുക്തങ്ങളാണ് എസ്റ്ററുകൾ. ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്നതാണ് എസ്റ്ററുകൾ. കൈതച്ചക്കയുടെ മണം ലഭിക്കാൻ ഉപയോഗിക്കുന്ന എസ്റ്ററാണ് ഈഥൈൽ ബ്യൂട്ടറേറ്റ്.
കൈതച്ചക്കയുടെ മണം ലഭിക്കാൻ ഉപയോഗിക്കുന്ന എസ്റ്ററാണ് ഈഥൈൽ ബ്യൂട്ടറേറ്റ്. മുല്ലപ്പൂവിൻ്റെ ഗന്ധത്തിന് ഉപയോഗിക്കുന്നതാണ് ബെൻസൈൻ അസറ്റേറ്റ്. മുല്ലപ്പൂവിൻ്റെ ഗന്ധത്തിന് ഉപയോഗിക്കുന്നതാണ് ബെൻസൈൻ അസറ്റേറ്റ്. മീനമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏത്? മീഥൈൻ മെർക്കുറി. മീനമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏത്? മീഥൈൻ മെർക്കുറി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തു ഏതാണ്? കാൽസ്യം ക്ലോറൈഡ്. ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തു ഏത്? കാൽസ്യം ക്ലോറൈഡ്. ഏത്തപ്പഴത്തിൻ്റെ ഗന്ധം ബ്യൂട്ടൈൻ അസറ്റേറ്റ്. ഓറഞ്ചിൻ്റെ ഗന്ധം ഒക്ടൈൽ അസറ്റേറ്റ്. ഒന്നുകൂടെ പറയാം. മുല്ലപ്പൂവിൻ്റെ ഗന്ധത്തിന് ഉപയോഗിക്കുന്നതാണ് ബെൻസൈൻ അസറ്റേറ്റ്. ഏത്തപ്പഴത്തിൻ്റെ ഗന്ധത്തിന് ബ്യൂട്ടൈൻ അസറ്റേറ്റ്. ഓറഞ്ചിൻ്റെ ഗന്ധത്തിന് ഒക്ടൈൽ അസറ്റേറ്റ്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്, കാർബണും സംയുക്തങ്ങളും. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്.